നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ദൈവത്തെ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ലല്ലോ എന്ന് സുപ്രീം കോടതിയെ കൊണ്ട് ചോദിപ്പിച്ച ഒരു കേസിൽ നിർണായകമായ ഒരു അറസ്റ്റ് ഇന്നലെ വൈകി നടന്നു. ഇന്നലെ വൈകിട്ട് ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഭരണസമിതി അംഗം KP ശങ്കർദാസ് അറസ്റ്റിലായി. അദ്ദേഹം പക്ഷാഘാതം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. IC യൂണിറ്റിലായിരുന്നു. അദ്ദേഹം 2 തവണ മുൻകൂർ ജാമ്യം തേടി. ഒരു തവണ സുപ്രീം കോടതിയെ സമീപിച്ചു. തൻ്റെ പേരിൽ തനിക്കെതിരെ കേരള ഹൈക്കോടതി നടത്തിയ പരാമർശം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ സമയത്താണ് സുപ്രീം കോടതി ഈ ചോദ്യം ചോദിച്ചത്: നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന്. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കൃത്യമായി ചില അട്ടിമറികൾ നടന്നിരിക്കുന്നു. ഈ പറയുന്നത് പോലെ കവർച്ചയ്ക്ക് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്. അവിടുത്തെ അമൂല്യമായ വിലപിടിപ്പുള്ള സാധനങ്ങൾ അത് കേവലം സ്വർണത്തിൻ്റെ മൂല്യമല്ല, അതിനപ്പുറത്തേക്ക് പൗരാണിക മൂല്യമുള്ള, പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കൾ അവിടുന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ നമ്മുടെ പരമോന്നത നീതിപീഠത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ എടുത്തു പറയേണ്ട വസ്തുത. അതുകൊണ്ടാണ് കോടതി ചോദിച്ചത്: നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമില്ല എന്ന് നിരന്തരം വാദിച്ചു കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇതുപോലെ ഒരു ആരാധനാലയത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ സംവിധാനത്തെ ഭരിക്കാൻ തുടങ്ങിയാൽ ഇതല്ലാതെ മറ്റെന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ഇവിടെ ഉയർത്തുന്ന ചോദ്യം. അത് വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇന്നലെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആശുപത്രിയിലെത്തി. പ്രത്യേക തഹസീൽദാരുടെ സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ ഇദ്ദേഹം പക്ഷാഘാതം ബാധിച്ച് ചികിത്സയിൽ തുടരുന്നതിനാൽ അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റാൻ സാധിച്ചില്ല. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വിശദമായി പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് SIT ഹൈക്കോടതിക്ക് സമർപ്പിക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നലെ വരെ IC യൂണിറ്റിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശ്രീ KP ശങ്കർദാസ് ഇന്നലെ റൂമിലേക്ക് മാറി. റൂമിലെത്തിയാണ് അദ്ദേഹത്തെ SIT അറസ്റ്റ് ചെയ്തത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അവിടെ സെൻട്രിയെ ഡ്യൂട്ടിക്ക് നിയോഗിച്ച് SIT മടങ്ങി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഹൈക്കോടതിയിൽ നിന്നുള്ള നിർദ്ദേശം നമുക്ക് കാത്തിരിക്കാം. അതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള പോക്ക്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നലെ മകരസംക്രാന്തിയായിരുന്നു, മകരജ്യോതി തെളിയുന്ന ദിവസമായിരുന്നു. ആ ദിവസം തന്നെ KP ശങ്കർദാസ് അറസ്റ്റിലായി എന്നുള്ളതും കൂടി നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 മാസത്തിലധികമായി തുടരുന്ന അനിശ്ചിതത്വത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് KP ശങ്കർദാസിൻ്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് അദ്ദേഹത്തോടൊപ്പം ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാർ, അതുപോലെ മറ്റൊരു ഭരണസമിതി അംഗം N വിജയകുമാർ, ഈ 2 പേരും റിമാൻഡിൽ കഴിയുകയാണ്. അതിനുശേഷം അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വന്ന N വാസു ഇപ്പോഴും റിമാൻഡിൽ കഴിയുകയാണ്. ഇവർക്കൊന്നും കൊല്ലത്തെ വിജിലൻസ് കോടതിയോ എറണാകുളത്തെ കേരള ഹൈക്കോടതിയോ ജാമ്യം അനുവദിച്ചിട്ടില്ല. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഈ KP ശങ്കർദാസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ശബരിമല തന്ത്രി താഴമൺ മഠത്തിൽ കണ്ഠരര് രാജീവരും അറസ്റ്റിലായി കഴിഞ്ഞിരിക്കുന്നു. KP ശങ്കർദാസിൻ്റെ അറസ്റ്റ് വൈകുന്നത് എന്താണ് എന്ന് നിരവധി തവണ ഹൈക്കോടതി ചോദിച്ചു. അതായത് പത്മകുമാറിൻ്റെയും മറ്റുമൊക്കെ, വാസുവിൻ്റെയുമൊക്കെ ജാമ്യ ഹർജി കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് മുന്നിലെത്തി. ആ സമയത്താണ് സിംഗിൾ ബെഞ്ച് ചോദിച്ചത്, എന്തുകൊണ്ട് ഈ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഒഴിവാക്കിയിരിക്കുന്നു?
ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് അതിജീവനം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് SIT N വിജയകുമാറിനെ ആദ്യം അറസ്റ്റ് ചെയ്തു. ഇപ്പോഴിതാ KP ശങ്കരദാസിനെയും. അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നടത്തിയത്. അത് SITക്ക് വാസ്തവത്തിൽ ഒരു അവസരമൊരുക്കുകയായിരുന്നു. കാരണം മുകൾ തട്ടിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ സർക്കാരിൽ നിന്നുമൊക്കെ കടുത്ത സമ്മർദ്ദം, പ്രത്യേകിച്ചും ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന LDFനെ നയിക്കുന്ന LDF എന്ന മുന്നണിയെ നയിക്കുന്ന CPM എന്ന പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ സമ്മർദ്ദത്തെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് SIT ഇപ്പോൾ KP ശങ്കരദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുകളിൽ ആ പ്രസിഡന്റിന് മുകളിൽ അന്ന് വിരാജിച്ചിരുന്ന ദേവസ്വം മന്ത്രിയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അതുപോലെ തന്നെ വളരെ പ്രസക്തമായ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. നിലവിലെ ദേവസ്വം ബോർഡ് ഇപ്പോൾ പുനഃസംഘടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഉണ്ട്. അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റയാളാണ്. അവിടുന്ന് രാജിവെച്ച് CPMൽ ചേരുകയും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുകയും ചെയ്തു. ആ PS പ്രശാന്ത് എപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. കാരണം 2019 മുതൽ അല്ലെങ്കിൽ 2018 മുതൽ നടക്കുന്ന ഈ അറ്റകുറ്റപ്പണിയുടെ പേരിൽ നടന്നു വരുന്ന ഈ സ്വർണ്ണക്കൊള്ള, അത് PS പ്രശാന്തിൻ്റെ കാലത്തും നടത്താൻ തുനിഞ്ഞു എന്നുള്ളതാണ്. ഈ പറഞ്ഞ സ്വർണ്ണപ്പാളികളടക്കമുള്ളവ വളരെ കൃത്യമായി ഇതിലേക്ക് അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ PS പ്രശാന്ത് മറ്റാരുടെയും അനുമതി തേടാതെ അതിന് അനുവാദം കൊടുത്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അനുമതി കൊടുത്തു എന്നുള്ളത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. ഇവിടെ നാം അത് കാണാതിരുന്നുകൂടാ. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല ലിസ്റ്റിലുള്ളത്. അവിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതായത് ഇപ്പോഴത്തെ പുനഃസംഘടനയ്ക്ക് തൊട്ട് മുൻപ് പ്രസിഡന്റായ ശ്രീ PS പ്രശാന്ത്, അതുപോലെ തന്നെ നിലവിലെ ദേവസ്വം മന്ത്രി VN വാസവൻ, ഇവരെല്ലാം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതാണ്. ഇവരെയൊക്കെ SIT ചോദ്യം ചെയ്യേണ്ടതുമാണ്. PS പ്രശാന്തിനെ ഒന്നോ രണ്ടോ തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് SIT നീക്കുന്നത്, ഒട്ടും തന്നെ പുറത്തേക്ക് ചോരുന്നില്ല. അതുകൊണ്ടാണ് KP ശങ്കരദാസിൻ്റെ അറസ്റ്റ് സംഭവിച്ച ശേഷമാണ് മാധ്യമങ്ങൾ പോലും അറിഞ്ഞത്. വളരെ രഹസ്യമായി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് മാർഗനിർദ്ദേശം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്ന SIT അന്വേഷണം കാര്യക്ഷമമാണെന്ന് തന്നെ നമുക്ക് കരുതാം. ചില വൈകലുകൾ ഉണ്ടാകുന്നു, ചില മെല്ലെപ്പോക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ SITയുടെ വഴി തെറ്റിയിട്ടില്ല. കൃത്യമായ മാർഗത്തിൽ കൂടെ തന്നെയാണ് SIT പോകുന്നതെന്ന് നമുക്ക് കരുതാം. KP ശങ്കരദാസിൻ്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നാം അറിയേണ്ടത് മുൻ ദേവസ്വം മന്ത്രി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുനഃസംഘടനയ്ക്ക് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത്, ഇവരൊക്കെ എപ്പോൾ ഈ SITയുടെ വലയിലാകും എന്നുള്ളതാണ്. ഇവിടെ SITയുടെ റഡാറിൽ നിന്ന് ഇവർക്കാർക്കും തന്നെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും നാം ഓർക്കണം. എന്തായാലും ഒരു KP ശങ്കരദാസിൻ്റെ അറസ്റ്റ് കൊണ്ട് ഈ കേസ് അവസാനിക്കില്ല. ഞാൻ മുമ്പ് തന്നെ സൂചിപ്പിച്ചിരുന്നു, തന്ത്രി അറസ്റ്റിലായപ്പോൾ ഇനി എന്തിനാണ് മന്ത്രിയുടെ കാര്യത്തിൽ അമാന്തിക്കുന്നത് എന്ന ചോദ്യം ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ വച്ചിരുന്നു. ഇപ്പോഴിതാ വളരെ കൃത്യമായിട്ട് മന്ത്രിയിലേക്ക് പോകാനുള്ള ആദ്യത്തെ കരുവിനെ SIT പൊക്കിയിരിക്കുകയാണ്. അത് KP ശങ്കരദാസാണ്. ഇനി അവശേഷിക്കുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും. PS പ്രശാന്തിനെതിരെ പുതിയ കേസ് പോലും രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നാണ് നിയമവിദഗ്ധർ
ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ കേസുകളെല്ലാം ഒരുമിച്ച് SIT പരിഗണിക്കുന്നു, SIT അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകം FIR ഇട്ടെങ്കിൽ കൂടി വളരെ കൃത്യമായി ഈ അന്വേഷണം തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇവരെല്ലാം തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്ന തെളിവുകൾ കൃത്യമായി ശേഖരിച്ചുകൊണ്ട് രേഖകൾ കൈവശപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്. നമുക്ക് കാത്തിരിക്കാം. SITയുടെ അന്വേഷണം എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും കരുക്കൾ ഒന്നൊന്നായി വീഴുകയാണ്. പിണറായി സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇനി ഇലക്ഷന് കേവലം 3 മാസം മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ SITയുടെ അന്വേഷണം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഒരു കടവിലടുക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. കള്ളന്മാർ ആരും EDയുടെ റഡാറിന് പുറത്തേക്ക് പോയിട്ടില്ല. എല്ലാവരും EDയുടെ റഡാറിനുള്ളിൽ തന്നെയാണ്. കൃത്യസമയത്ത് ഇവരെയെല്ലാം SIT വലയിലാക്കും എന്ന് തന്നെ നമുക്ക് കരുതാം.